ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വിജയെക്കുറിച്ചാണ് കേട്ടോ. ചെന്നൈ ഇപ്പോൾ ചെന്നൈ അല്ലല്ലോ, നമ്മുടെ തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന CM കുറിച്ചിട്ടുള്ള ഒരു വിഷയമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത്. ആദ്യമേ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ചെന്നൈ അല്ലല്ലോ, എപ്പോഴും ചെന്നൈ എന്ന് വരുന്നു. മുഖ്യമന്ത്രി ആയിരിക്കുന്ന, ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരിക്കുന്ന വിജയ് എന്ന് പറയുന്ന വ്യക്തിയെ ദിവസം പ്രതി ഓരോന്നും പറഞ്ഞ് അല്ലെങ്കിൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് വളരെ ദ്രോഹിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതുമാണ്, കണ്ടിട്ടുള്ളതുമാണ്. അയാളുടെ സിനിമയിൽ വന്നപ്പോഴും ശരി, സിനിമയിൽ നിന്ന് വിട്ടുപോയപ്പോഴും ശരി, രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയപ്പോഴും ശരി, അയാളുടെ പ്രചാരണത്തിന് വന്നപ്പോഴും ശരി, വിജയിച്ചപ്പോഴും ശരി, വിജയിച്ച് കഴിഞ്ഞപ്പോഴും ശരി, ഒരാളെ എത്രമാത്രം ദ്രോഹിക്കാമോ അത്രമാത്രം ദ്രോഹിച്ച് അയാൾ എങ്ങനെ താഴെ ഇറക്കാൻ ശ്രമിക്കാമോ അതെല്ലാം ചെയ്തു. അതിൻ്റെ മാക്സിമം ചെയ്തു. എൻ്റെ അമ്മ എപ്പോഴും പറയും, വിജയ് ആയതുകൊണ്ടാണ് കേട്ടോ പിടിച്ചു നിന്നത്, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിർത്തിയിട്ട് പോകുമായിരുന്നു. അത് ശരിയാണ്. കാരണം ഒരാളെ മാക്സിമം ദ്രോഹിക്കേണ്ടത് അത്രയും ദ്രോഹിച്ചു കഴിഞ്ഞു. വേറെ ആയിരുന്നാലും എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പോവേണ്ടതായിരുന്നു. പക്ഷേ മുന്നോട്ട് വെച്ച കാല്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടെടുക്കാതെ അയാൾ ഒറ്റ മനസ്സോടെ നിന്നു. അയാളിപ്പോൾ CM ആയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അയാളൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനെപ്പറ്റിയാണ് ഞാനിവിടെ പറയാൻ വന്നിരിക്കുന്നത്. പോസ്റ്റ് എന്തെന്ന് വെച്ചാൽ, ഈ മുള്ളിവായ്ക്കലിൻ്റെ ഓർമ്മകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നുവെന്നും ഈ കടലിന് അപ്പുറത്ത് താമസിക്കുന്നവരെ അവരുടെ അവകാശങ്ങളെക്കായി ഞങ്ങൾ നിലകൊള്ളും എന്നാണ് വിജയ് ഇട്ട പോസ്റ്റ്. പക്ഷെ ആ പോസ്റ്റിനെ വേറൊരു രീതിക്ക് എതിർത്താണ് BJPയുടെ ആൾക്കാർ പറയുന്നത്, BJP നേതാക്കൾ പറയുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഈ അവിടുത്തെ രാജ്യത്തു നിന്ന് മാറ്റിയ സംഘടന LTTEയിലെ നേതാവ് പ്രഭാകരൻ ആ ഒരു സ്ഥലത്തുള്ളവരാണ്. അപ്പോൾ അയാൾ രാജീവ് ഗാന്ധിയെ കൊന്നതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ആ ഒരു വിഷയം അവിടെ നിന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വിജയ് പരാമർശിച്ചിട്ടില്ല. വിജയ് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ ചിന്തിക്കുന്നത് അതാണ്, ഒരു കൂട്ടം ജനങ്ങളുണ്ടെന്ന് വിചാരിച്ചത്. ആ ഒരു കൂട്ടം ജനങ്ങളിൽ ഒരു പകുതി പേര് പകുതി പേരിൽ ഒരു കുറച്ച് പേര് തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ കള്ളത്തരങ്ങളും കൊലയും ഇതൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ കൂട്ടം ഒന്നോട് ചേരുമ്പോഴത്തേക്കും ആ കൂട്ടം മൊത്തത്തിൽ മോശമായി പോവില്ലല്ലോ. അതിൽ നല്ലവരും ഉണ്ട്, മോശക്കാരും ഉണ്ട്. അതിപ്പോൾ നമ്മളെ നാട്ടിലായിരുന്നാലും എവിടെ ചെന്ന് നോക്കിയാലും അങ്ങനെയാണ്. എല്ലാവരും ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണ ആരുമില്ല. അപ്പോൾ അതിനെ മറ്റൊരു തരത്തിലേക്ക് എടുത്ത് വിജയ്ക്കെതിരെ ഇപ്പോൾ അങ്ങനെ അവർ BJPയുടെ ആൾക്കാർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ വിജയ് എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അത് പൊതുവേ ഉള്ളതാണ്. വിജയ് എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കണം. നടന്നാൽ കുറ്റം, ചിരിച്ചാൽ കുറ്റം, അല്ലെങ്കിൽ അങ്ങോട്ട് പോയ കുറ്റം, ഇങ്ങോട്ട് പോയ കുറ്റം, എല്ലാത്തിനും ഒരു കുറ്റം തന്നെയാണ്. അതെന്തുകൊണ്ടെന്ന് അറിയില്ല. അപ്പോൾ അയാൾ സിനിമയിൽ വരില്ല എന്ന് പറഞ്ഞു, സിനിമയിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു, അഭിനയം കൊള്ളില്ല എന്ന് പറഞ്ഞു, രാഷ്ട്രീയത്തിൽ വരില്ല എന്ന് പറഞ്ഞു, CM ആകില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതിൽ നിന്നെല്ലാം വിജയ് മുന്നിട്ട് തന്നെയാണ് വന്നത്. അയാൾ എപ്പോഴും സൈലൻ്റ് ആയിരിക്കുന്നു. അയാൾ ഒരു പ്രതികരണമില്ല. വിജയ് സിനിമയിൽ അഭിനയിക്കുമ്പോഴും സിനിമ ഷൂട്ടിംഗ് സെറ്റിലായിരുന്നാലും വിജയ് അങ്ങനെ തന്നെയാണ്, സൈലൻ്റ് ആണ്. പക്ഷേ പടം ഇറങ്ങുമ്പോൾ എന്താ, ഹിറ്റും സൂപ്പർ ഹിറ്റും ബ്ലോക്ക് ബസ്റ്ററും ഒക്കെയാണ്. അങ്ങനെ തന്നെയായിരിക്കും അയാളുടെ ഭരണവും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാനൊരു വിജയ് ഫാൻ ആയതുകൊണ്ട് മാത്രം ഇത് പറയുന്നതല്ല. വിജയ് ഫാന് അല്ലെങ്കിലും ഞാൻ ഈ കാര്യം തന്നെയായിരിക്കും പറയുന്നത്. എനിക്കിഷ്ടപ്പെട്ട നടനാണ് വിജയ്. പക്ഷേ അയാളുടെ തമിഴ് മക്കളോടുള്ള സ്നേഹം കാണുമ്പോഴാണ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നത്. കാരണം വിജയ് ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയപ്പോഴും അയാൾ ഇലക്ഷന് നിന്നപ്പോഴും അയാൾക്ക് വോട്ട് ചെയ്ത ഓരോ വ്യക്തികളും അവർ വിജയുടെ മുഖം വെച്ച് മാത്രമാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ഈ TVK പാർട്ടിയിലുള്ള ബാക്കി ഒരാളെ പോലും ആൾക്കാർക്ക് അറിയില്ല. വിജയ് അണ്ണ എന്ന് അവർ സ്നേഹത്തോടെ വിളിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. വിജയ് ചെയ്തിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളിലും അവിടെ തമിഴ് മക്കളെ അയാൾ സഹായിക്കുകയും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അയാൾ ചെയ്തിട്ടുണ്ട്.
ആ ഒരു വിളിയിൽ നിന്ന് തന്നെ മനസ്സിലാവും അയാൾക്ക് ജനങ്ങളോടുള്ള സ്നേഹവും ജനങ്ങൾക്ക് അയാളോടുള്ള ഒരു സ്നേഹവും. അപ്പോൾ ഇതൊക്കെ വിജയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഓരോ ശ്രമങ്ങളാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഈ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും BJP നേതാക്കൾ പറയുന്നത് എന്താണ്, രാഹുൽ ഗാന്ധി ഇതിനു വേണ്ടി വിജയുടെ ചടങ്ങിന് വേണ്ടി വന്നിരുന്നല്ലോ, സത്യപ്രതിജ്ഞ ചടങ്ങിന് വേണ്ടി വന്നിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി ഇതൊന്നും കാണുന്നില്ലേ? രാജീവ് ഗാന്ധിയുടെ കൊലയാളികളെയാണ് വിജയ് ഇങ്ങനെ അഭിസംബോധന ചെയ്ത് അല്ലെങ്കിൽ ആദരവ് ചെയ്തത് എന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും അല്ല, അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഓക്കെ.